ഈ ഒരു ടെസ്റ്റ് ഡ്രൈവിങ്ങിനായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് അടവി കൊട്ടവഞ്ചി സവാരി നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു എപ്പിസോഡായിട്ട് നമുക്കത് കാണിക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഐഡിയൽ ഇന്ത്യ ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു വാഹന വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. മാരുതി സുസുക്കിയുടെ സെലാരിയോ എന്ന ചെറു വാഹനമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. മാരുതി സുസുക്കിയുടെ ഓട്ടോമാറ്റിക് BS6 വേരിയൻറ്റിലാണിത്. ഇത് മാനുവലും ഓട്ടോമാറ്റിക്കും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഒന്ന് കണ്ടു നോക്കാം. ഗ്രേ മെറ്റാലിക് കളറോട് കൂടിയ ഒരു സെലോറിയാണിത്. ഇതിൻ്റെ തന്നെ പല കളറുകൾ നമുക്ക് അവൈലബിളായിട്ട് കിട്ടുന്നുണ്ട്. സെലോറിയുടെ ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ നല്ല ഒരു ലുക്കാണ്, നല്ലൊരു ഡിസൈനിലാണ് സെലോറിയുടെ ഫ്രണ്ട് ചെയ്തിരിക്കുന്നത്. ഇതിന് വലിപ്പം കുറഞ്ഞ 2 ഹെഡ് ലാമ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് തന്നെ റൗണ്ട് ഒരു ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. മേളിൽ പാർക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് നല്ലൊരു ഡിസൈനിലാണ് അവർ ചെയ്തിരിക്കുന്നത്. ക്രോം ഫിനിഷിങ്ങോടെ ഒരു ബാർ ആ ഗ്രില്ലിൻ്റെ മേളിൽ കൊടുത്തിട്ടുണ്ട്. സുസുക്കിയുടെ ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട്. താഴെ എയർ ഡാം ബ്ലാക്ക് കളറിൽ കൊടുത്തിട്ടുണ്ട്. ചെറിയ മടക്കുകളും അതിൻ്റെ ബെൻഡുകളും എല്ലാം കൂടെ വരുമ്പോൾ തന്നെ നല്ലൊരു ലുക്കാണ് കാണാൻ. അതുപോലെ തന്നെ 2 സൈഡിൽ 2 മിറർ ഗ്രേ കളറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. രണ്ട് വശങ്ങളിലായിട്ട് ഫോഗ് ലാമ്പും കൊടുത്തിട്ടുണ്ട്. അതിനുള്ള സ്പേസ് കൊടുത്തിട്ടേ ഉള്ളൂ. ഫോഗ് ലാമ്പൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ് ആണ്. ആൻറ്റിന കൊടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് ഒരു വലിപ്പമേറിയ ഒരു ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. സെലാരിയുടെ സൈഡ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഹെഡ്ലൈറ്റിൽ നിന്നും മുകളിലേക്ക് വരുന്ന മടക്ക് നേരെ ബാക്ക് സൈഡ് വരെ എത്തി നിൽക്കുന്നു. അതിനോടനുബന്ധിച്ച് ആ ഡോറിൻ്റെ സ്പേസിൽ ഒരു അത്യാവശ്യം ഒരു പുറത്തേക്ക് കാഴ്ചകൾ കാണാനുള്ളൊരു വിൻഡോ ഗ്ലാസും 2 പാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോട് താഴെ ആ വീൽ ആർച്ചിൻ്റെ അവിടെ മുതലുള്ള മടക്ക് നേരെ ഹാൻഡിലിനടിയിലൂടെ തന്നെ ബാക്കിലോട്ട് വരുന്നുണ്ട്. ഹാൻഡിലിൽ നിന്നും വലിയ വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല. സൈഡ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് നമുക്ക് തോന്നും. ഇനി നമ്മൾ ബാക്കിലേക്ക് വരുവാണെങ്കിൽ ബാക്കിൽ നല്ലൊരു ബെൻഡ്, നല്ലൊരു ബാക്ക് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. സുസുക്കിയുടെ എംബ്ലം കൊടുത്തിട്ടുണ്ട്. സെലാറിയുടെ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ബാക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ ഇൻഡിക്കേറ്ററും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും കാണാൻ നല്ല ഭംഗിയാണ്. ടോപ്പിൽ ഒരു ക്യാപ്പ് കൊടുത്തിട്ടുണ്ട്. അതിനടിയിലായിട്ട് ഇതിനകത്ത് ഒരു ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ക്യാമറ കൊടുത്തിട്ടുണ്ട്. അത് എക്സ്ട്രാ ഫിറ്റിംഗ് ആണ്. ബാക്കിൽ അടിയിലായിട്ട് സെൻസർ കൊടുത്തിട്ടുണ്ട്. അത് കമ്പനി ചെയ്തു വരുന്നതാണ്. നമ്മൾ ബാക്കിലെ ഡിക്കി ഒന്ന് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു സാധനങ്ങളൊക്കെ വയ്ക്കത്തക്ക രീതിയിലുള്ള ബൂട്ട് സ്പേസ് ഉണ്ട്. ഇതിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് 235 ലിറ്ററാണ്. ടോപ്പിലും അതുപോലെ വയ്ക്കാനുള്ള സൗകര്യമുണ്ട്. സ്റ്റെപ്പിനെയൊക്കെ അത് അകത്ത് തന്നെ ഒതുങ്ങിയ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത്രയും സ്റ്റോറേജ് സ്പേസ് നമുക്ക് നഷ്ടമാകുന്നില്ല. അകത്തെ ഇൻറ്റീരിയറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക്, അതിൽ തന്നെ ഒരു ഐവറി കോമ്പിനേഷനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു സിൽവർ ലൈനിൻ്റെ ഒരു ഇവിടെ വന്നപ്പോഴത്തേന് ഇവിടെ ഈ ഒരു ഫ്രണ്ട് ഭാഗം എന്ന് പറഞ്ഞാൽ നല്ലൊരു ക്യൂട്ട് ലുക്കാണ് നമുക്ക് കിട്ടുന്നത്. അത്യാവശ്യം AC-യുടെ ഗ്രില്ലൊക്കെ നല്ല ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സൈഡിൽ ഗ്രില്ല് കൊടുത്തിരിക്കുന്നത് ഒരു റൗണ്ട് ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു സിൽവർ കളറും കൂടെ കൊടുത്തപ്പോഴത്തേന് അത് നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ ഈ AC-യുടെ പിന്നെ കൊടുത്തിരിക്കുന്നതെല്ലാം സിൽവർ ലൈനാണ് കൊടുത്തിരിക്കുന്നത്. അതും ഒരു കാണാനൊരു ലുക്കുണ്ട്. പിന്നെ ഇതിൻ്റെ ഗിയർ സിസ്റ്റം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ടാണ് ഈ ഒരു സിസ്റ്റം കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് മെയിനായിട്ട് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇതിന്റെ സെന്റർ കിടക്കുന്നത് ഇതിപ്പോൾ ന്യൂട്രലാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഡ്രൈവിംഗ് മോഡ് ആക്കുമ്പോൾ ഇത് താഴോട്ട് പിടിച്ചിട്ട് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് മോഡായിരിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ മാനുവലായിട്ട് ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ട് തിരിച്ചാൽ മതി. പിന്നെ നമ്മളതിൻ്റെ ഗിയറുകളെല്ലാം താഴോട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അത് നമുക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മൈനസ് ഇങ്ങനെ തിരിച്ച് വന്നാൽ മതി. അപ്പം ഇത് ന്യൂട്രൽ, ഇതിൻ്റെ മേലോട്ട് റിവേഴ്സാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഓവർടേക്ക് ഒക്കെ ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക, വണ്ടി അത് പെയ്യെ ഒന്ന് തൊട്ട് മേളിലോട്ട് പെയ്യെ കയറി പോകത്തുള്ളൂ. അതുകൊണ്ട് ഓവർടേക്ക് ചെയ്യുമ്പോൾ മാത്രം വാഹനം സൂക്ഷിക്കുക. പിന്നെ ഇവിടെ ഒരു കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഈ കപ്പ് ഹോൾഡർ ഇവിടെ ഒരു കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ടോപ്പിൽ നോക്കുകയാണെങ്കിൽ ഒരു മാനുവലായിട്ടുള്ള ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഡോർ തുറക്കുമ്പോഴും അല്ലാത്തപ്പോഴും എല്ലാം അത് ഉപയോഗിക്കാം. പിന്നെ ഒരു റിവ്യൂ മിറർ കൊടുത്തിട്ടുണ്ട്. സൺഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൺസൈഡിൽ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ഇതിനെ മനോഹരമാക്കുന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആ ഡോറിൽ നിന്ന് തുടങ്ങുന്ന ആ ഒരു ക്രീം കളർ ഷെയ്ഡ് അത് ഡാഷ്ബോർഡിൻ്റെ അടുത്തുകൂടി നമ്മുടെ ഗിയർ ലിവറിൻ്റെ അടിയിലൂടെ നേരെ അടുത്ത ഡോറിലേക്ക് പാസ് ചെയ്ത് പോകുന്നത് ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷനിൽ നല്ല ഒരു ഭംഗിയായിട്ട് തോന്നുന്ന ഡാഷ്ബോർഡുണ്ട്. അതിനകത്ത് അത്യാവശ്യം ഫയലുകളൊക്കെ വയ്ക്കാനുള്ള സൗകര്യമുണ്ട്. ഈ സ്റ്റീരിയോ ഇതിനകത്ത് അവൈലബിൾ അല്ല, ഓട്ടോമാറ്റിക് ആണെങ്കിലും ഇതിനകത്ത് അവൈലബിൾ അല്ല. ഇത് നമ്മൾ എക്സ്ട്രാ ഫിറ്റിംഗ് ആണ് ഈ സ്റ്റീരിയോ ഒക്കെ കൊടുക്കുന്നത്. 2 കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാൻഡ് ബ്രേക്ക് കൊടുത്തിരിക്കുന്നതിന് ഫ്രണ്ടിൽ ക്രോം ഫിനിഷിങ്ങോട് കൂടി കൊടുത്തിട്ടുണ്ട്. പവർ വിൻഡോയുടെ സ്വിച്ചുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലെ ബാക്കിലെ. പിന്നെ അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് ലോക്കിന്റെ സ്വിച്ചുകളും എല്ലാം ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഇരുന്ന് തന്നെ നമുക്ക് ഇതിന്റെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലും മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം, അകത്തിരുന്ന് തന്നെ ചെയ്യാനുള്ളൊരു സൗകര്യം കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നല്ലൊരു ക്യൂട്ട് ലുക്കാണ് ഈ ഒരു സെലോറിയുടെ ഉൾവശം എന്ന് പറയുന്നത്. 800 വാഗണറും ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇടയ്ക്ക് വന്നിരിക്കുന്ന ഒരു സീരീസാണ് ഈ സെലേറിയോ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ഒരു വാഹനമാണ്. നമ്മൾ ബാക്ക് ഡ്രോയിൽ വരുമ്പോൾ സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെഞ്ച് സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം ആളിന് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റുമായിട്ട് തട്ടാത്ത രീതിയിലും അതുപോലെ തന്നെ തല മുകളിൽ തട്ടാത്ത രീതിയിലുമുള്ള ഇതുണ്ട്. ഈ ഒരു സീറ്റ് ഇപ്പം സീറ്റ് കവർ അടിച്ചിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ടോപ്പിലെന്ന് പറഞ്ഞാൽ ഹെഡ് റെസ്റ്റ് എന്ന് പറയുന്നത് സെയിം ഒരേ ലെവലിൽ തന്നെ ചെയ്തിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അത് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും നടക്കത്തില്ല. പക്ഷെ നമുക്ക് നല്ല ഇരുന്ന് യാത്ര ചെയ്യാനുള്ള സൗകര്യം ആ സീറ്റിലുണ്ട്. അതുപോലെ തന്നെ ബാക്കിലെ സീറ്റ് എന്ന് പറയുന്നത് ഒരു ബെഞ്ച് സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം 3 പേർക്ക് യാത്ര ചെയ്യാം. ഇതിൻ്റെ ഡോറിൻ്റെ സൈഡിലെല്ലാം ക്രീം കളർ ഷെയ്ഡിനകത്ത് ബ്ലാക്ക്, അതിനകത്ത് തന്നെ ഹാൻഡിൽ സിൽവർ കളർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഫയലുകൾ ഒക്കെ വയ്ക്കാനുള്ള ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റീരിയോയുടെ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിലെ ഡോറ് തുറക്കുമ്പോൾ അതിനകത്തൊരു കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രീം കളർ ഷെയ്ഡാണ് അതിന് കോമ്പിനേഷൻ ഫുള്ള് കൊടുത്തിരിക്കുന്നത്. അതിൽ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. പവർ വിൻഡോയുടെ അഡ്ജസ്റ്റ്മെൻ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 4 ഡോറിൻ്റെയും അടിയിലായിട്ട് സ്റ്റീരിയോയുടെ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. ഒരു ഫാമിലിക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും
ഈ ഒരു സെലോറിയ നമുക്ക് നൽകുന്നുണ്ട്. ഇതൊക്കെയാണ് സെലോറിയുടെ വിശേഷങ്ങൾ. നമുക്കിനി വാഹനം ഒന്ന് ഓടിച്ച് നോക്കാം. ഓടിച്ച് നോക്കിയിട്ട് അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് പങ്കുവയ്ക്കാം. നല്ല ഒരു സ്മൂത്ത് ഡ്രൈവിംഗ് ആണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ ഇറക്കമായതുകൊണ്ടാണ് നമുക്ക് ആ ഗിയർ ചേഞ്ചിങ് നമുക്ക് നല്ലോണം അറിയാൻ പറ്റുന്നത്. അത് ബ്രേക്ക് ചാട്ടുമ്പോൾ വലിയ പിടുത്തമില്ലാതെ നല്ല രീതിയിൽ നമ്മുടെ കയ്യിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്നുണ്ട് വാഹനം. ഇത് ഓട്ടോമാറ്റിക് വാഹനമായതുകൊണ്ട് നമ്മൾ നല്ലോണം ആക്സിലേറ്റർ നല്ലോണം കാല് കൊടുത്തെങ്കിൽ മാത്രമേ വാഹനം മുമ്പോട്ട് പോവുകയുള്ളൂ. സ്പീഡ് കുറയുന്നതനുസരിച്ച് അതിൻ്റെ ഗിയർ ഡൗൺ ആയി വരുന്നത് കൊണ്ട് നമ്മൾ അത് അനുസരിച്ച് ആക്സിലേറ്റർ കാല് നല്ലോണം കൊടുത്തെങ്കിൽ മാത്രമേ വണ്ടി അങ്ങോട്ട് മൂവായി പോവുകയുള്ളൂ. അപ്പോൾ നമുക്ക് സ്ട്രേറ്റ് റോഡ് വരികയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഗിയർ മാറുന്നത് സെപ്പറേറ്റ് നമുക്ക് അറിയാൻ പറ്റും. എന്നിട്ട് 40 ഡ്രൈവ് ചെയ്തിട്ടൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ഡ്രൈവ് ചെയ്യാൻ, യാത്ര ചെയ്യാനും ഒക്കെ സുഖമാണ്, ഓടിക്കാനും അടിപൊളിയാണ്. cc താഴെയുള്ളൊരു വാഹനമാണ് ഈ സെലോറിയ എന്നത്. ഇത് 3 സിലിണ്ടർ AMT BS6 എഞ്ചിനാണ് സെലോറിയയ്ക്ക് നൽകിയിട്ടുള്ളത്. ഈ ഒരു വാഹനത്തെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി നിങ്ങളുടെ മാരുതി ഷോറൂമുമായി ബന്ധപ്പെടുക. അവർ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയുമായി കാണുമ്പോഴേക്കും ഗുഡ് ബൈ. ഞങ്ങൾ